ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇ.ഡി. നിലപാട് തേടി. കേസ് ഈ മാസം 30-ന് വീണ്ടും പരിഗണിക്കും. ശ്രീകാന്ത്, ഇന്ന് ഹൈറിച്ചുമായി ബന്ധപ്പെട്ട കോടതിയിലുണ്ടായത് എന്താണ്? ഹൈറിച്ച് കേസിലെ പ്രതികൾ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നലെയാണ് സമർപ്പിച്ചത്. ഇത് ഇന്ന് കോടതി പരിഗണനയ്ക്കെടുത്തു. പ്രതാപൻ, അതോടൊപ്പം തന്നെ ഉടമയായ പ്രതാപനും പ്രതാപന്റെ ഭാര്യയുമാണ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡിന് തൊട്ടു പിന്നാലെയാണ് മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്. കോടതി ഇന്ന് ഈ കേസ് പരിഗണനയ്ക്കെടുത്തു. ശേഷം ഇതിൽ ഇ.ഡിയുടെ നിലപാട് അറിയുന്നതിന് വേണ്ടി അവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. 30-ാം തീയതി കേസ് വീണ്ടും പരിഗണിക്കും. ആ ഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തങ്ങളുടെ നിലപാട് അറിയിക്കണം. അതിശക്തമായി മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കാനാണ് ഇ.ഡി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. 2300 കോടിയുടെ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും 126 കോടിയുടെ GST തട്ടിപ്പ് നടന്നു എന്നുള്ളതുമാണ് ഹൈറിച്ചിനെതിരായ ആരോപണം. അവിടെ ഇ.ഡിയുടെ റെയ്ഡ് നടക്കുന്നത് ചോർന്നതിനെ തുടർന്ന് പ്രതാപനും ഭാര്യയും മുങ്ങിയിരുന്നു. പിന്നീട് ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. ഓക്കെ, ശ്രീകാന്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ. അപ്പോൾ ഹൈറിച്ച് അത് കേരളം ഇതുവരെ കണ്ട തട്ടിപ്പുകൾ പ്രധാനപ്പെട്ട വലിയൊരു തട്ടിപ്പാണെന്നൊക്കെ പോലീസ് നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അത് കോടതികളിലൂടെയും അന്വേഷണ വഴിയിലൊക്കെ കുറച്ചുകൂടി വലിയ വ്യാപ്തിയിലേക്ക് വരുന്നു. മൊത്തം പുറത്ത് വരട്ടെ, മഞ്ഞുമലയുടെ അറ്റമല്ല, മഞ്ഞുമല മൊത്തത്തിൽ പുറത്തേക്ക് വരട്ടെ എന്ന് പറയുകയാണ്.